ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഫുൾ KYC കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പാൻ കാർഡ് എടുക്കാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എവിടെയും പോകണ്ട, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫുൾ KYC ചെയ്യാം. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് തുടങ്ങാം. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഒരു ബാങ്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഈ ഒരു പേടിഎം ബാങ്ക് പിടിക്കുന്നില്ല. നമുക്ക് 1,00,000 രൂപ വരെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു പ്രത്യേകത തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ടൊരു ബാങ്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആധാർ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പേടിഎം KYC ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ട് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് തുടങ്ങാനായിട്ട് പറ്റും. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: ഒന്ന്, ആധാർ കാർഡ് വേണം. രണ്ടാമത്തത് പാൻ കാർഡ്. അപ്പോൾ പാൻ കാർഡ് 95% ആൾക്കാരുടെ കയ്യിലും കാണില്ല. അപ്പോൾ നമുക്കത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ആ ഒരു പാൻ കാർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് മാത്രം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആധാർ കാർഡും അതേപോലെ തന്നെ ആധാർ കാർഡ് വരുന്ന OTP അതും മാത്രം മതി. നമുക്ക് പാൻ കാർഡ് ഓൺലൈനായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഹൈലി ട്രസ്റ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് പാൻ കാർഡ് എടുക്കുന്ന ആ ഒരു രീതിയിലൂടെ തന്നെയാണ് നമ്മൾ പാൻ കാർഡ് എടുക്കുന്നത്. പാൻ കാർഡ് വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഡിജിറ്റലായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പാൻ കാർഡും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ആധാർ കാർഡും വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് കിട്ടുന്നതായിരിക്കും. അതായത് പേടിഎമ്മിലെ ഫുൾ KYC നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ മസ്റ്റായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉള്ളിടുക. നമ്മൾ ഇതേപോലത്തെ കിടിലൻ വീഡിയോസ് കാര്യങ്ങൾ, അതായത് നമ്മൾ ഡെയിലി ഏണിങ്സ് കിട്ടുന്ന, ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെയിലി പരിചയപ്പെടുത്തുന്നത്. അതേപോലെ അൺലിമിറ്റഡ് ട്രിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പേടിഎം അൺലിമിറ്റഡ് ട്രിക്സ്, അതേപോലെ തന്നെ നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റിയ സൈറ്റ് എല്ലാം നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഡെയിലി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓളിടാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതായത് നമ്മുടെ പാൻ കാർഡ് എടുക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വഴി പാൻ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് ഗവൺമെൻറ് അതായത് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് പാൻ കാർഡ് എടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ പാൻ കാർഡ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് കിട്ടുന്നതേ ഉള്ളൂ, വേറൊരു പ്രത്യേകതയും ഇല്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ പാൻ കാർഡിൻ്റെ കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കയറുക. അതിനുശേഷം നിങ്ങൾ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്രോമിന്. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും: ഗെറ്റ് ന്യൂ പാൻ, ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ. അപ്പോൾ നമ്മൾ ഗെറ്റ് ന്യൂ പാനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ആയിട്ട് ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയാം. 12 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കും, നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ആയിട്ടൊരു ഒരു ക്യാപ്ച വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ക്യാപ്ച നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ക്യാപ്ച നിങ്ങൾ ഈ ഒരു താഴെ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഐ കൺഫേം ദാറ്റ്. അതായത് ജസ്റ്റ് നമ്മൾ ആ ഒരു കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ആ ഒരു ടിക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ആധാർ OTP എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ആധാർ OTP എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു OTP റിസീവ് ആകുന്നതായിരിക്കും. നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP റിസീവ് ആകുന്നതായിരിക്കും. അത് OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളെ ആധാറിൻ്റെ, അതായത് ആധാറിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും അവിടെ ഷോ ആവുന്നതായിരിക്കും, നിങ്ങളുടെ മൊബൈലിൽ ഷോ ആവുന്നതായിരിക്കും. ഇപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് വേറെ പാൻ കാർഡ് എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ ഒരു പാൻ കാർഡ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ പാൻ കാർഡ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷോ ആവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ശരിയാണോ നിങ്ങളുടെ ആണോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ കൺഫേം ഓപ്ഷൻ കാണും, അവിടോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ പാൻ കാർഡ് സബ്മിറ്റ് ആയതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരും. പാൻ കാർഡ് സബ്മിറ്റ് ആയിട്ടുണ്ട്, 10 മിനിറ്റിനകം ജനറേറ്റ് ആയിട്ട് വരുമെന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പോവുക, വെബ്സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യുക. വെബ്സൈറ്റിൽ ലീവ് ചെയ്തതിന് ഒരു 10 മിനിറ്റ് ശേഷം നിങ്ങൾ നേരെ വരിക. നേരെ വന്നതിന് ശേഷം ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറഞ്ഞ സെക്ഷൻ കാണും, അവിടോട്ട് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആധാർ നമ്പറും അതേപോലെ ക്യാപ്ചയും എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളവിടെ ആധാർ കാർഡ് നമ്പറും അതേപോലെ നിങ്ങൾ ക്യാപ്ചയും എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഒരു OTP അവിടെ റിസീവ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ OTP റിസീവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ OTP ആ ഒരു ഭാഗത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു OTP, അതായത് നമ്മുടെ ആ ഒരു ആധാർ ലിങ്ക് ആയിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ട്, അത് നമ്മളവിടെ അടിച്ചു കൊടുക്കുക.
അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പാൻ കാർഡ് നമ്മളിവിടെ ഡൗൺലോഡ് പാൻ എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം പാസ്വേഡ് ചോദിക്കും. അതായത് പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും നിങ്ങളുടെ പാസ്വേഡ്. അതായത് ആ ഒരു PDF തുറക്കാനായിട്ട്, അതായത് നിങ്ങൾ ആ ഒരു PDF ആയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ പാൻ കാർഡ്. ആ പാൻ കാർഡ് തുറക്കണമെങ്കിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്താണ് നിങ്ങളെ പാൻ കാർഡ്. അപ്പോൾ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ നിങ്ങളെ പാസ്വേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ 10/5/1967 ആണെങ്കിൽ 10051967 നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാസ്വേഡ് ആവുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഫയൽ നിങ്ങൾക്ക് തുറക്കാനായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ട് പ്രൊവൈഡ് ആയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ കാർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻ കാർഡ് അതേപോലെ നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് തുറക്കുന്നതെന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ പേടിഎം തുറക്കുക. പേടിഎം തുറന്നതിന് ശേഷം പാസ്ബുക്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് പേടിഎം ബാങ്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷനോട് ക്ലിക്ക് ചെയ്യാം. അതിനകത്തോട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ചെക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അവിടെ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്ഗ്രേഡ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അവിടോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം VDKYC എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റാർട്ട് മൈ വീഡിയോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറിജിനൽ പാൻ കാർഡ് റെഡി ആണെന്ന് ചോദിക്കുക. അത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം 4G or Wi-Fi ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് വെൽ ക്വിറ്റ് ആൻഡ് ക്വിറ്റ് പ്ലേസ് അതിൻ്റെ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് വെരിഫിക്കേഷൻ, അതായത് VDKYC കണ്ടിന്യൂ വിത്ത് ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് മൈ VDKYC എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ക്രോമിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അതായത് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ആ ഒരു ടൈം കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അവരുടെ റെപ്രസെൻറ്റേറ്റീവ് വരുന്നതായിരിക്കും ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇവരുടെ VDKYC ഓൺ ആവുന്നതായിരിക്കും. അതിനുശേഷം അവർ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ പേര് എന്താണെന്ന് ചോദിക്കും. അതായത് നിങ്ങളുടെ ആധാർ കാർഡിലും അല്ലെങ്കിൽ പാൻ കാർഡിലുള്ള റിയൽ നെയിം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടുത്തെ റിയൽ നെയിം നിങ്ങൾ പാൻ കാർഡിലുള്ള കണക്ക് തന്നെ നിങ്ങൾ പറയുക. അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആധാർ കാർഡിനകത്തുള്ള പേര് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരെ സ്ട്രെയിറ്റ് സെൽഫിയുടെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കും. അതിനുശേഷം അവർ പറയും നിങ്ങളെ പാൻ കാർഡ് ഒന്ന് കാണിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ മറ്റേ ഫോണിൽ നിങ്ങളെ പാൻ കാർഡ് ഡിജിറ്റലായിട്ടുള്ള പാൻ കാർഡ് മറ്റേ ഫോണിൽ കാണിക്കുക. മറ്റേ ഫോണിൽ നിങ്ങൾ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ആ ഒരു പാൻ കാർഡ് കാണിച്ചു കൊടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും നിങ്ങളുടെ പാൻ കാർഡും അതേപോലെ നിങ്ങൾ ഫേസിൻ്റെ അടുത്തോട്ട് നിങ്ങളെ പാൻ കാർഡ് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് കേരള എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ പറയും നിങ്ങളുടെ പേടിഎം ഫുൾ KYC 2 ദിവസത്തിനകം നിങ്ങൾക്ക് അപ്രൂവ് ആയി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി കോൾ കട്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് 2 ദിവസത്തിനകം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ KYC ഫുള്ള് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതായത് നിങ്ങൾ ഇപ്പോൾ അതായത് ഈ ഒരു VDKYC ഫുള്ള് അതായത് നിങ്ങൾക്ക് എല്ലാം അപ്രൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് കിട്ടിയിട്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലോട്ട്, അതായത് നിങ്ങൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അതായത് പേടിഎം അക്കൗണ്ട് തുടങ്ങിയ ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് പിൻ കോഡും പാസ്കോഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ഫുള്ള് സെറ്റ് ആവും. അതേപോലെ തന്നെ അതായത് നിങ്ങളുടെ പേടിഎമ്മിൻ്റെ ഫുൾ KYC ഉള്ള അക്കൗണ്ട് റെഡി ആവുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കും ഫുൾ KYCയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബാങ്ക് തുടങ്ങിയിട്ടുള്ള പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഓൺലൈനായിട്ടുള്ള ഡെബിറ്റ് കാർഡ് വരെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടി തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പേടിഎം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പേടിഎം അത്രയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയാത്തതാണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് അതിൽ തിരക്കിയിട്ട് ഞാൻ ജസ്റ്റ് റിപ്ലൈ തരുന്നതായിരിക്കും.
അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് PM വന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ബോട്ടിൽ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നല്ല രീതിക്ക് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും പേടിഎമ്മിലോട്ടോ അതേപോലെ തന്നെ ബാങ്കിലോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതിന് പകരം ഈ ഒരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ബൈ, സീ യു ഓൾ.